മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 13, 47, 50. സഭ, ദൈവരാജ്യം, ഈ ഒരു ചിന്ത കുറെ ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യേശു സഭയെ വിശേഷിപ്പിക്കുന്നത് ഒരു വലയോടാണ്, ഒരു ഡ്രാഗ് നെറ്റ്. യേശുവിന്റെ ഉപമകളൊക്കെ സർവ്വസാധാരണമായും ജനങ്ങളുടെ ഹൃദയങ്ങൾക്ക് പരിചിതങ്ങളായ കാര്യങ്ങളുമായി ബന്ധിപ്പിച്ചായിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകുവാൻ എളുപ്പമായിരുന്നു. ഇവിടെ യേശു ഒരു വലയോട് സഭയെ ഉപമിക്കുകയാണ്. അന്നത്തെ കാലത്ത് വിവിധ തലങ്ങളിൽ അവർ മീൻ പിടിക്കുമായിരുന്നു. ബൈബിളിലെ 2-3 ഇൻസ്റ്റൻസസ് പല നിലയിൽ ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. ഒന്ന്, അവർ ചൂണ്ടയിടുമായിരുന്നു. പണ്ട് യേശു പത്രോസിനോട് പറഞ്ഞു, നീ പോയി ചൂണ്ടയിട്ട് മീനിനെ പിടിച്ച് അതിന്റെ വായിൽ നിന്ന് ആ പണം എടുത്ത് കരം കൊടുക്കാം. ചൂണ്ടയിടുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു. പിന്നെ മീൻ പിടിക്കുവാൻ അവർ വല എറിയുമായിരുന്നു. വല, വീശുവല, അതിങ്ങനെ എറിഞ്ഞ് പിടിക്കുക. നമ്മുടെ മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസും അന്ത്രയോസും ഒക്കെ വല എറിയുന്ന ആ വീശുവല വീശി പിടിക്കുന്ന ആളുകളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 3-ാമത്തെ കാറ്റഗറിയാണിത്, ഈ ഡ്രാഗ് നെറ്റ്. വീശുന്ന വല പോലെയല്ല, ഷോറിലൊരിടത്ത് അതിന്റെ ഒരറ്റം പിടിപ്പിച്ചിട്ട് അവര് ഇങ്ങനെ വള്ളത്തിൽ അങ്ങ് ചുറ്റി ആ ദേശം മുഴുവനും ഈ ഡ്രാഗ് നെറ്റ് കൊണ്ട് ഇങ്ങനെ പോയി കവർ ചെയ്ത് അവസാനം ഇങ്ങനെ ഷോറിൽ വന്ന് എവിടെ തുടങ്ങിയോ അവിടെ അവസാനിച്ച് ഒരു വലിയ സർക്കിൾ ഉണ്ടാക്കിയിട്ട് ആ സർക്കിളിനകത്തുള്ള മൊത്തം മീനെ പിടിക്കുക. അങ്ങനെ ഒരു ഡ്രാഗ് നെറ്റിനെയാണ് ഇവിടെ യേശു സഭയോട് ഉപമിച്ചിരിക്കുന്നത്. പണ്ഡിതന്മാരൊക്കെ പറയുന്നത് 750 അടി നീളവും 12 അടി ഉയരവുമുള്ള വലിയ വലകളായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ യേശു ഈ ഉപമയിലൂടെ ചിത്രീകരിക്കുന്നത് ലോകം വലിയ ഒരു സമുദ്ര തുല്യമാണ്. മനുഷ്യർ ഈ സമുദ്ര തുല്യമായ ലോകത്തിൽ മീനുകളെ പോലെയാണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഈ വലിയ വല വരുന്നത് പോലെ വരികയാണ്. അതിനകത്ത് വരുന്നവരൊക്കെ സഭയ്ക്കകത്ത് വരുന്നു. വലയ്ക്കകത്തുള്ളവരൊക്കെ സഭയ്ക്കകത്തുള്ളവരുടെ ഒരു ചിത്രമായിട്ട് അവിടെ യേശു ചിത്രീകരിച്ചിരിക്കുകയാണ്. ഈ വലയ്ക്കകത്ത് വരുന്ന മീനുകളാണ് ഇനി അടുത്ത വിഷയം. എന്തൊക്കെ മീനുകളാണ് ഇതിനകത്ത് വരുന്നത്? എല്ലാ ടൈപ്പ് മീനുകളും വരും. അന്നത്തെ ഗലീല കടലിലെ ആ മീനുകളെ കുറിച്ച് പണ്ഡിതന്മാരും ശാസ്ത്രമൊക്കെ പറയുന്ന 20 തരത്തിൽ കാറ്റഗറിയിൽ അധികം മീനുകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായത് ഒന്ന് മുഷ്ടെന്നോ എന്റെ പേര്, നമ്മുടെ തിലാപ്പിയ പോലിരിക്കും. രണ്ടാമത്തെ ഒരു തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മത്തി പോലിരിക്കും. മൂന്നാമത്തെ നമ്മുടെ ക്യാറ്റ് ഫിഷ് പോലിരിക്കും. അങ്ങനെ പല 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 ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഞാൻ ജസ്റ്റ് 2-3 എക്സാമ്പിൾസ് പറഞ്ഞതേ ഉള്ളൂ. ആദ്യത്തെ 2 ടൈപ്പുകളും തിലാപ്പിയ പോലുള്ളതും മത്തി പോലുള്ളതും ഒക്കെ യഹൂദന്മാർക്ക് കഴിക്കാം. അത് ചെതുമ്പലും ചികിളയും ഒക്കെ ഉള്ളതായതുകൊണ്ട് യഹൂദന്മാർക്ക് അത് ശുദ്ധമാണ്. എന്നാൽ ക്യാറ്റ് ഫിഷ് പോലെയുള്ള ഫിഷസ് അവർക്ക് കഴിക്കുവാൻ പാടില്ല. കാര്യം അതിന് ചെതുമ്പലില്ല. അതിന് അശുദ്ധി ഉള്ള മീനായിട്ട് ദൈവം തന്നെ ചിത്രീകരിച്ചിരിക്കുന്ന ആവർത്തന പുസ്തകത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന നിയമങ്ങളിൽ അശുദ്ധമായതായിട്ട്, അല്ലെങ്കിൽ അശുദ്ധിയുള്ള മീനുകളാണ് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പ്രത്യേക നിബന്ധനയുള്ളത് കൊണ്ട് അവർ ഭക്ഷിക്കത്തില്ല. മീൻപിടുത്തക്കാർക്ക് നന്നായിട്ട് അറിയാം. മീൻ പിടിച്ച് അവർ വലയൊക്കെ ഇട്ട് മീൻ പിടിച്ച് ഇങ്ങനെ കരയിൽ വരുമ്പോൾ ക്യാറ്റ് ഫിഷ് പോലുള്ളതിനൊക്കെ അങ്ങോട്ട് എടുത്ത് വലിച്ചെറിയും. മറ്റേനെ അവർ കൊണ്ടുപോകും. അവർക്കറിയാം ആ സോർട്ടിങ്ങും അതിന്റെ പരിപാടികളും ഒക്കെ നന്നായിട്ടറിയാം. അങ്ങനെ ഒരു സമൂഹത്തോട് യേശു പറയുക, സഭ ഇതുപോലെയൊരു ഡ്രാഗ് നെറ്റാണ്. ദൈവരാജ്യം ഇതുപോലെയൊരു വലയാണ്. ഈ വലയ്ക്കകത്തേക്ക് ഒരുപാട് 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 മീനുകൾ കയറിയെന്നിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ചർച്ച് ഈസ് ഇൻ ദ വേൾഡ്
but it is not to be like the world. വല കടലിലാണ്, വലയ്ക്കകത്തുള്ള മീനും കടലിലാണ്. പക്ഷെ വലയ്ക്ക് വെളിയിലുള്ള മീനിനെ പോലെ പ്രവർത്തിക്കുവാൻ വലയ്ക്കകത്തുള്ള മീനിന് യാതൊരു അവകാശവുമില്ല. We are in this world. നമ്മൾ ഈ ലോകത്തിലാണ് പാർക്കുന്നത്. ലോകക്കാരെ പോലെ ചിന്തിക്കുവാനും ലോകക്കാരെ പോലെയുള്ള വക്രതകൾ കാണിക്കുവാനും ലോകക്കാരെ പോലെയുള്ള അനീതികൾ ചെയ്തെടുക്കുവാനും വേണ്ടിയല്ല നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വലയ്ക്കകത്ത് നാം വ്യത്യസ്തരാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ another truth is there. Church is not a group of perfect people. നോക്കിയാ വലയ്ക്കകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? തിലാപ്പിയ പോലുള്ള മീനുണ്ട്, മത്തി പോലുള്ള മീനുണ്ട്, ക്യാറ്റ് ഫിഷ് പോലുള്ള മീനുണ്ട്, പിന്നെ അവിടെയുള്ള മൊത്തം സാധനങ്ങളും ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം ഈ വലയ്ക്കകത്തുണ്ട്. Church is not a perfect group. ചില ആഴ്ചകൾക്ക് മുമ്പ് വിളയും കളയും എന്ന ആ ടോപ്പിക് ഞാൻ എടുത്തപ്പോൾ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു, ഒരു പാടത്തിൽ വിളയുണ്ട്, കളയുണ്ട്, നല്ല വിത്തുണ്ട്, ചീത്തയായുള്ളതുണ്ട്, രണ്ടുമുണ്ട്. ഒന്നിച്ചാ വളരുന്ന സഭ അങ്ങനെയാണ്. It is not a perfect group. You will never find a perfect church. ക്രിസ്തീയ ഗോളം ഇതുകൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. But church is a place where imperfect people can become perfect people. ഈ വലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ വലയ്ക്കകത്ത് കയറുന്ന മീൻ ക്യാറ്റ് ഫിഷ് ആണെങ്കിലും ശരി, എന്തോ ഫിഷ് ആണെങ്കിലും ശരി, യഹൂദന് കഴിക്കാവുന്ന പോലെയുള്ള ശുദ്ധിയുള്ള ഫിഷ് പോലെ ആയി തീരുക എന്നുള്ളത് ആ ഫിഷിന്റെ ജോലിയായി. ഈ പ്രത്യേക തരം വലയായത് ലോകപ്രകാരം അത് സംഭവിക്കത്തില്ല. പക്ഷേ സഭയ്ക്കകത്ത് വരുന്ന ഏതു കാറ്റഗറി ആണെങ്കിലും ആ യജമാനൻ ഇഷ്ടമുള്ള ടൈപ്പായി തീരുവാൻ നമുക്ക് ബാധ്യസ്ഥതയുണ്ട്. ഒരു വലയെറിയുന്ന മീൻപിടുത്തക്കാരൻ നോക്കിയേ, അവന്റെ കണ്ണിന് മുമ്പിൽ വരുന്ന നല്ല ചെതുമ്പലും ചെകിളയും ഒക്കെ ഉള്ള നല്ല ശുദ്ധമായ മീനുകളാണെങ്കിൽ അവന് സന്തോഷമുണ്ടാവും. പക്ഷേ മറ്റേതാ കയറി വരുന്നെങ്കിലോ മീൻപിടുത്തക്കാരന് സാഡ്നസ് ഉണ്ടാവും, ദുഃഖമുണ്ടാവും. അതുതന്നെയാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയും. യജമാനന് ആഗ്രഹിക്കത്തക്കവണ്ണമുള്ള, യജമാനന്റെ അഭിലാഷപ്രകാരമുള്ള മീനുകളായി തീരുക. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ വലയ്ക്കകത്താക്കിയിട്ടേക്കുന്നത് എന്തിനാണെന്നറിയാമോ? നല്ല മീനായി തീരുവാൻ വേണ്ടിയാ. എന്തിനാ ദിവസവും സൺഡേ സ്കൂൾ കേൾക്കുന്നത്? നല്ല മീനായി തീരുവാൻ വേണ്ടിയാ. എന്തിനാ ദിവസവും പ്രസംഗം കേൾക്കുന്നത്? നല്ല മീനായി തീരുവാൻ വേണ്ടിയാ. എന്തിനാ പ്രവചനം കേൾക്കുന്നത്? നല്ല മീനായി തീരുവാൻ വേണ്ടിയാ. എന്തിനാ ബൈബിൾ വായിക്കുന്നത്? നല്ല മീനായി തീരാൻ വേണ്ടിയാ. പലപ്പോഴും തീരാറുണ്ടോ? ചെമ്പലയിൽ വെള്ളം വീഴുന്ന പോലാണോ ദൈവത്തിന്റെ ഉപദേശങ്ങൾ നാം കരുതുന്നത്? പകൽക്കാലം ദൈവമക്കളെ, മാറേണ്ടതുപോലെ മാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഓരോ ദിവസവും ട്രാൻസ്ഫോംഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ആ സ്വഭാവത്തിനൊത്തവണ്ണം ട്രാൻസ്ഫോംഡായി മാറണം. ചില ചിന്തിക്കും അഴുക്ക് മീനല്ല, അഴുക്ക് മീനായിട്ട് തന്നെ ശേഷിക്കാൻ. അല്ല 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 എങ്കിൽ പിന്നെ പൗലോസിന്റെ കൊരിന്ത്യ സഭയ്ക്ക് ലെറ്റർ എഴുതിയത് എല്ലാ വിഭാഗീയതയും, എല്ലാ തിന്മയും, എല്ലാ അധാർമികതയും, എല്ലാ ദൂഷ്യവുമുള്ള ഒരു സഭയോട് പറയാൻ നന്നാകും നിങ്ങളാ. ദൈവമക്കളെ, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നന്നാകാനാ. ഈ വലയ്ക്കകത്താക്കിയിരിക്കുന്ന നല്ല ഫിഷായി തീരാൻ വേണ്ടിയാ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. നമുക്കറിയാം നമ്മുടെ പരാജയം എവിടാണ്. എല്ലാ വ്യക്തികൾക്കും അറിയാം എവിടാ നമ്മൾ അവരവരുടെ ജീവിതത്തിൽ എവിടാ പാളിച്ചാണ്. നമുക്ക് മറ്റുള്ളവരുടെ കണ്ടുപിടിക്കാൻ എളുപ്പം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമുക്കറിയാം. നമ്മൾ കാണിച്ചു വെക്കുന്ന പരിപാടികളൊക്കെ നമുക്കറിയാം. നമ്മൾ അറിയാൻ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ വ്യക്തികൾക്കും അറിയാം എവിടാ നമ്മൾ മിസ്റ്റേക്ക് ആയിരിക്കുന്നത്. ദൈവമക്കളെ, മാറേണ്ടത് മാറണം, മാറ്റേണ്ടത് മാറ്റണം. ഇതുമായിട്ട് മറ്റൊരു ട്രൂത്തുള്ള പറയാം. അറ്റൻഡിങ് എ ചർച്ച്, it doesn't mean that you are destined for eternal life. സഭയിൽ വന്ന് കൂടുന്നത് കൊണ്ട് ഒരു കുഞ്ഞുപോലും സ്വർഗരാജ്യത്തിൽ പോകുന്ന ഗ്യാരണ്ടിയില്ല കേട്ടോ.
ഒരുപാട് ആളുകൾ സഭയ്ക്കകത്തുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, അഭിഷേകം പ്രാപിച്ചതാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ പറയുന്നതെല്ലാം പെർഫെക്റ്റ് ആണ്, ഞാൻ ചിന്തിക്കുന്നതെല്ലാം പെർഫെക്റ്റ് ആണ്, ബാക്കിയെല്ലാം റോങ് ആണ്. നോ. നമുക്ക് അങ്ങനെ പലതും ചിന്തിക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ വിലയിരുത്തി എവിടെയാണ് നമ്മുടെ റോങ്, നമ്മൾ എവിടെയാണ് നമ്മൾ തെറ്റിയിരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ ഉപമയിലേക്ക് നിങ്ങളെ പിന്നെയും കൊണ്ടുവരികയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ വലയ്ക്കകത്ത് ഒരുപാട് മീനുകളുണ്ട്. ഈ മീനുകളെല്ലാം അവസാനം വലിച്ച് കരയ്ക്ക് കയറ്റുന്നു. ഇവരെല്ലാം ഒന്നിച്ചുണ്ടായിരുന്നവരാ കേട്ടോ, പക്ഷെ ഒരു ദിവസം സെപ്പറേറ്റ് ചെയ്യും. ഞാൻ പിന്നെയും ആ വലയ്ക്കകത്ത് നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. എന്തുവാ ഈ വലയ്ക്കകത്ത് നടക്കുന്നേ? വലിച്ചു കയറ്റുന്നതിന് മുമ്പ് മീനുകൾക്ക് അറിയാമെന്ന് വിചാരിച്ചോ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന്? ഒരുപാട് ബോട്ടിൽ ഞാൻ കയറിയിടും. യെസ്, ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവാ. എവിടാ? വലിച്ചു കയറ്റുമ്പോ ബോട്ടിൽ കയറും. പിന്നെ അവർ പാടും, ചേരും ഞാൻ വേഗത്തിൽ ഇമ്പവിടവിൽ. യെസ്, ചേരും. എല്ലാവരും ഒന്നിച്ചാ പാടുന്നേ. പക്ഷേ ബോട്ടെ ചിലതെ കയറത്തോ, എല്ലാം കയറിയാലും അങ്ങ് എറ്റേണൽ ലൈഫിലോട്ട് പോകാൻ കുറച്ചേ കാണത്തുള്ളൂ. ഞാൻ ആ ഫിഷിന്റെ എക്സാമ്പിൾ തന്നെ പറയാം. ആദ്യത്തെ ഫിഷ് തിലാപ്പിയ, മത്തിയൊക്കെ ഒക്കെ നല്ല ഫിഷുകളാണല്ലോ. ഈ കാറ്റഗറൈസ് ചെയ്ത് കളയുന്ന ഫിഷിനെ ഒന്ന് നോക്കിയേ, ക്യാറ്റ് ഫിഷ്. അതിനെന്തോ ചേഞ്ച് ഇനിയും വേണ്ടിയതാണ്. അതിന്റെ കൊമ്പെടുത്ത് കളയണം. ആ വഴുവഴുപ്പുള്ള ആ തെന്നി മാറുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം ഒന്ന് മാറണം. ആ തൊലി, കുറച്ച് ഞാൻ പറഞ്ഞ തൊലി ഉരിക്കണം, പുതിയ തൊലി വെക്കണം. തമാശയായിട്ട് എടുക്കുകയല്ല, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിനകത്ത് ചില കൊമ്പൊക്കെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ചില തണ്ട് കാണിക്കുന്ന അനുഭവങ്ങൾ നമുക്കില്ലേ? കാര്യത്തോടടുക്കണം. സ്വഭാവം കാണണമെങ്കിൽ, കൊമ്പ് വിറയ്ക്കുന്ന കാണണമെങ്കിൽ പ്ലീസ് അഹങ്കാരത്തിന്റെ ആ കൊമ്പ് പറിച്ച് കളയണം. അഹന്തയുടെ ആ കൊമ്പ് ഇളക്കി കളയണം. അധികാരത്തിന്റെ ആ കൊമ്പ് പറിച്ചു കളയണം. അവസരം കിട്ടുമ്പോൾ കുത്തുന്ന ആ കൊമ്പ് പറിച്ചു കളയണം. ആ തൊലിയൊന്ന് ഉരിക്കണം. സ്വയനീതി പറഞ്ഞ് വഴുതി മാറുന്ന ആ തൊലിയൊന്ന് പറിച്ചു കളയണം. ആ സ്ലിപ്പറി നേച്ചർ എടുത്ത് കളയണം. ആ ക്ഷമയുടെ ആ ചെറുമ്പലൊന്ന് പിടിപ്പിക്കണം. സ്നേഹത്തിന്റെ ആ ചെറുളയൊന്ന് വെക്കണം. ദൈവമക്കളെ വെക്കണമെന്ന് വെച്ചിട്ട് എടുത്തു കളയണവരെ എടുത്തു കളയുവാൻ ദൈവാത്മാവിനെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. സഭയിൽ വന്നതുകൊണ്ട് അങ്ങെത്തുമെന്ന് വിചാരിക്കരുത്. പാട്ടുപാടിയതുകൊണ്ട് അങ്ങെത്തുമെന്ന് വിചാരിക്കരുത്. കരയെ വരെ പോവും, അതിനപ്പുറത്തോട്ട് പോകത്തില്ല. തിരിച്ച് പോകുന്ന എങ്ങോട്ടെന്നറിയാമോ? എലിയുന്ന തിരിച്ചുളയ്ക്കാത്ത കടലിനകത്ത് കിടക്കുന്ന ഒരു തീമിനും അത്രയും പ്രോബ്ലം വരുന്നില്ല. ഈ എടുത്ത് വലിച്ചു കയറ്റുന്നതിന് ഇച്ചിടെ കൂടുതൽ. There will come a time of discernment. ലോകത്തിന്റെ മുമ്പിൽ നീതി പറയാൻ നമുക്ക് പറ്റും. ലോകത്തിന്റെ മുമ്പിൽ പലതും അഭിനയിക്കുവാൻ നമുക്ക് പറ്റും. ദൈവം മനസ്സിനെ നോക്കി വിധിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവം വ്യക്തമായും വിധിയെഴുന്ന ഒരു സമയമുണ്ട്. വിവേചിച്ചറിയുന്ന ഒരു സമയമുണ്ട്. സൂക്ഷിക്കുക, മാറ്റേണ്ടത് മാറ്റുക, പിടിപ്പിക്കേണ്ടത് പിടിപ്പിക്കുക. ചിലർക്കത് നല്ലതാകുമ്പോൾ മറ്റു ചിലർക്കത് തീയുടെ അനുഭവമാകുമെന്ന് മറക്കരുത്. നമുക്ക് പറയാൻ കഴിയും, ഞാൻ ദൈവത്തിന് വേണ്ടി അതൊക്കെ ചെയ്തു, ഇതൊക്കെ ചെയ്തു, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ദൈവം എന്നെ ശിക്ഷിക്കുമോ? ശിക്ഷിക്കും. മാറ്റേണ്ടത് മാറ്റിയില്ലെങ്കിൽ, ഇളക്കി കളയേണ്ടത് ഇളക്കി കളഞ്ഞില്ലെങ്കിൽ, പിടിപ്പിക്കേണ്ടത് പിടിപ്പിച്ചില്ലെങ്കിൽ, യെസ്, യു വിൽ ഫേസ് ഇറ്റ്. നമ്മൾ ചിന്തിക്കുകയായിരിക്കും ഈ കൃപായുഗത്തിൽ ഇങ്ങനെ പോവും, ഇങ്ങനെ കുറച്ചാളുള്ള പോകുന്ന, ഇങ്ങനെ കുറെ കൂടി ഇങ്ങനെ അങ്ങ് പോകുന്ന. എപ്പോഴാ കർത്താവ് വരും നമുക്കറിയത്തില്ല. വി നെവർ നോ. ഇതുവരെയും ഡിലേ ചെയ്ത് എന്തിനാ അറിയാവോ? ഞാനും നീ നന്നാകാൻ വേണ്ടിയാ. ഇതുവരെയും കർത്താവ് ഡിലേ ചെയ്ത് എന്തിനാ അറിയാവോ? നമ്മളെ പിടിപ്പിക്കണത് പിടിപ്പിക്കാൻ, എടുത്തു കളയാനും.
ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് വിശോധന ചെയ്യുമോ? കർത്താവേ, പ്ലീസ് ഹെൽപ് മീ ടു ചേഞ്ച്. മാറ്റം വരുത്തേണ്ടതും മാറ്റം വരുത്തുവാൻ എന്നെ സഹായിക്കണമേ. ഈ വലക്കകത്ത് കയറിയിട്ട് തീക്കകത്തേക്ക് പോകുന്ന അനുഭവം എനിക്ക് വരാതിരിക്കട്ടോ. ഈ വലക്കകത്തു നിന്നും യജമാനൻ ഇഷ്ടപ്പെടുന്നിടത്തേക്ക് കൊണ്ടുപോകുന്ന ആ സുദിനത്തിലേക്ക് സന്തോഷത്തോടെ പോകുവാൻ എന്നെ ഒരുക്കണമേ എന്നാണ് പ്രാർത്ഥിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം. മറക്കരുത്, സമയം സമാഗതമായി. സമയം സമാഗതമായി. ഇനിയും അധികം കാലം നമുക്കില്ല, ഇനിയും അധികം നാളുകൾ നമുക്കില്ല. It is high time to act right now. Praise you, Master. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ?